കാശി, നീ പാർവതിനെ രക്ഷിക്കും, ഇവൾക്കുള്ളത് ഞങ്ങൾ കൊടുത്തോളാം. സച്ചി പറഞ്ഞതും കാശി അവളെ തറപ്പിച്ചു നോക്കിക്കൊണ്ട് മുകളിലേക്ക് പാഞ്ഞു. അമ്മേ, ഏട്ടനെ വിളിച്ചിട്ട് കിട്ടിയോ? ഏട്ടത്തി എവിടെ എന്നറിഞ്ഞു? കാവ്യ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. വിളിച്ചിട്ട് ആരും എടുക്കുന്നില്ല. മോൾക്കൊന്നും പറ്റാതിരുന്ന മതിയായിരുന്നു. രേണു, ഇവർക്കൊപ്പം മോളെ വിടുമ്പോൾ നിനക്ക് എന്നോടെങ്കിലും ചോദിക്കാവോ പറയുകയോ ചെയ്യാമായിരുന്നു. അനന്തൻ പറഞ്ഞു. ഏട്ടാ, ഞാൻ കരുതി ഇങ്ങനെ സംഭവിക്കുന്നു. എന്ത് തീരുമാനം എടുക്കുമ്പോഴും ഒരുപാട് തവണ ആലോചിച്ചിട്ട്, അല്ലെങ്കിൽ ഞങ്ങളോട് ആരോടെങ്കിലും ചോദിച്ചിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ. കുഞ്ഞേയും കൊണ്ട് കാശി പോതിൽ മോള് നല്ല സങ്കടത്തിലായിരുന്നു. ഇവിടെ ഇരുന്ന സങ്കടം കൂടണ്ടെന്ന് കരുതിയ ഇവർക്കൊപ്പം മോളെ പുറത്തു വിട്ടത്. എന്നിട്ട് എന്തായി? സന്തോഷമാണ് കിട്ടിയത് എല്ലാവർക്കും. രേണുക നിശബ്ദമായി. അച്ഛാ, തെറ്റമ്മയുടേതല്ല, എൻ്റെയാ. ഏട്ടത്തിയുടെ ഒപ്പം ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു. അപ്പം മോളെ നീയൊക്കെ ഒറ്റക്കാക്കി പോയത് സമ്മതിക്കുന്നല്ലേ? അങ്ങനെ ഒറ്റക്കാക്കിയതല്ല ഞങ്ങള്. മതി നിന്റെയൊക്കെ ന്യായീകരണം. പാർവതി മോൾക്ക് എന്തെങ്കിലും പറ്റിയ ബാക്കി അപ്പോ. അത്രയും പറഞ്ഞ് അയാൾ പോകുമ്പോൾ കാവ്യയും ദേവും കണ്ണീരോട് അവിടെ നിന്നു. ആ നേരത്തെ തങ്ങളുടെ അശ്രദ്ധയെ ഓർത്ത് ശപിച്ചുകൊണ്ട് പാർവതിയെ അവൻ നിലത്തിന്ന് വലിച്ചെടുത്തു. ഒപ്പം അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ബെഡിലേക്ക് ഇട്ടുകൊണ്ട് അവൾക്ക് പുറത്തേക്ക് അമരാനും കാശി അവനെ പിന്നിൽ നിന്നും ശക്തിയായി പിടിച്ച് നിലത്തേക്കിട്ടു. പാർവതി ചില്ല് കഷ്ണം കൊണ്ട് മുറിഞ്ഞ് ചോര വാർന്ന വേദനയിൽ ബെഡിലേക്ക് എഴുന്നേറ്റിരുന്നു. മുന്നിൽ നിൽക്കുന്ന കാശിയെ കണ്ടതും അവളുടെ ഭയം മാറി. കണ്ണുനീർ തുള്ളികളുടെ വേദന കവിൽ തടത്തെ നനയിക്കുമ്പോൾ പോലും അവളുടെ ചുണ്ടിൽ കാശിക്കായി പുഞ്ചിരി ഉതിർന്നു. കാശിയെ മുന്നിൽ കണ്ടതും എഴുന്നേറ്റ് അവന് നേരെ റാത്തൂർ പാഞ്ഞെടുത്തതും അവിടെ ചുമരിലിരുന്ന വാളെടുത്ത് അവന്റെ ദേഹത്ത് മുറിവുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അവന്റെ ദേഹം മൊത്തം ചോരയാൽ കുതിർന്നു. റാത്തൂറിന്റെ മുന്നിലേക്ക് അടിവെച്ച് വരാനാവില്ലെങ്കിലും കാശി മുമ്പിൽ തോക്കാൻ തയ്യാറായിരുന്നില്ല. അവൻ വീണ്ടും അവന്റെ നേരെ വരാനും അവന്റെ കഴുത്തിൽ പിടിച്ച് ആ റൂമിലെ ചുരോട് ചേർത്ത് വെച്ചു. റൂമിന് ചുറ്റും അവന്റെ മുഖം കൊണ്ട് ഉരസി ഞെരിച്ചു. അവന്റെ മുഖം മൊത്തം ചോരയിൽ കുതിർന്നു. താഴെ വീണെങ്കിലും അവൻ വീണ്ടും കാശിക്ക് നേരെ പാഞ്ഞു. ഈ സമയം കാശ് അവൻ നേരെ വന്ന റാത്തൂർ നേരെ ആഞ്ഞു ചെന്ന് ശക്തി അവന്റെ നെഞ്ചിൽ ചവിട്ടി. അവന്റെ ചവിട്ടേറ്റ് അവൻ അവന്റെ റൂമിൽ നിന്നും താഴേക്ക് തുറന്ന ബാൽക്കിൽ നിന്നും താഴേക്ക് പതിച്ചു. പാർവതി ബെഡിൽ നിന്നും എങ്ങനെയൊക്കെയോ അടിവെച്ച് നടന്നുകൊണ്ട് കാശിയെ പോയി കെട്ടിപ്പിടിച്ചു. കാശി അവളെ അവൽ നിന്ന് അടർത്തി മാറ്റി നിർത്താൻ നോക്കിയതും ഒരു താമരത്തണ്ട് പോലെ അവന്റെ കരങ്ങളിലേക്ക് തന്നെ അവൾ വാടി വീണു. പാർവതി ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞതും എല്ലാവരും അവിടേക്ക് വന്നിരുന്നു. മോനെ കാശി, മോർക്ക് എന്താ പറ്റി? പേടിക്കാൻ തക്ക ഒന്നുമില്ല, അവൾ വരും. ആ പഴയ പാർവതിയായി. ഏട്ടാ, കാവ്യനെ നോക്കി കരഞ്ഞു. ഇത് ഹോസ്പിറ്റലാണ് കാവ്യ, നിന്നോട് ഇപ്പോൾ എനിക്കൊന്നും സംസാരിക്കാനില്ല. കാശി, ICUവിന് പുറത്ത് വന്ന ഡോക്ടർ അവനെ വിളിച്ചു. ആൾക്ക് ബോധം വീണു, തന്നെ കാണുമെന്ന് പറഞ്ഞു. തനിക്ക് കയറി കാണാം, പിന്നെ തൽക്കാലം ആളെ കൊണ്ട് അധികം സ്ട്രെയിൻ ചെയ്യിക്കാൻ നിൽക്കണ്ട. അത്രയും പറഞ്ഞ് ഡോക്ടർ പോകുമ്പോൾ കാശി രേണുകയെ നോക്കി പറഞ്ഞു. അമ്മ കുഞ്ഞിനെയും കൊണ്ട് അകത്ത് കയറി അവളെ കണ്ടിട്ട് വാ. മോള് നിന്നെ കാണുമെന്ന് പറയുമ്പോൾ നീ തന്നെ പോണം. തൽക്കാലം കുഞ്ഞിയെ ഇപ്പം മോളെ കാണിക്കണ്ട. അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട കുഞ്ഞിക്ക് സഹിക്കില്ല. തൽക്കാലം കുഞ്ഞിയെ പാർവതി മോളെ വാർഡിലേക്ക് മാറ്റുമ്പോൾ കൊണ്ട് കാണിക്കാം. അതുവരെ മോളെ എന്തെങ്കിലും പറഞ്ഞ് നിർത്തിക്കോളാം ഞങ്ങൾ. തൽക്കാലം നീ പോയി കണ്ടിട്ട് വാ. എല്ലാവരും നിർബന്ധിക്കുമ്പോൾ അവൻ ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ല. അവൻ അകത്ത് വരുമ്പോൾ കണ്ണുകൾ അടച്ചു കിടക്കുന്ന പാർവതിയാണ് കണ്ടത്. അവളൊന്ന് നോക്കിയിട്ട് തിരിഞ്ഞു പോകാൻ നിന്നവനെ പാറു വിളിച്ചു. കാശിയേട്ട. അവൻ ആ നിൽപ്പിൽ തന്നെ അവളെ തിരിഞ്ഞു നോക്കി. എന്നോട് വെറുപ്പാണ് കാശിയേട്ട. അതാണോ എന്നോട് അകൽച്ച കാണിക്കുന്നത്? താനധികം സ്ട്രെയിൻ എടുക്കാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ തന്നെ വാർഡിലേക്ക് മാറ്റും. ഞാനെല്ലാവരും പുറത്ത് തന്നെ കാണും. അത്രയും പറഞ്ഞ് അവൻ പോകാൻ തിരിയുമ്പോൾ പാർവതി പറഞ്ഞു. ഇപ്പം തോന്നുക അയാളുടെ കരങ്ങൾ കൊണ്ട് മരിച്ചു പോയാൽ മതിയായിരുന്നെന്ന്. ഇങ്ങനെ നീറി കിടക്കണ്ടല്ലോ എന്ന്. പാർവതിക്ക് ജന്മം കാശിയേട്ടനായി നമ്മളുടെ മോടെ കുഞ്ഞായല്ലാതെ മറ്റാരി ഹൃദയത്തിൽ വയ്ക്കാനാവില്ല. എനിക്ക് തന്നോടേട്ടൻ്റെ സ്നേഹം. പാർവതി, ഇതേപ്പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം. തൽക്കാലം താൻ ഉറങ്ങ്. എന്നെ വെറുപ്പാണ് കാണുന്നെന്നെ ഇപ്പോൾ അറിയപ്പായി തോന്നിയല്ലേ? ഏട്ടൻ്റെ ഹോസ്പിറ്റലല്ലേ ഇത്? ഇവിടെ ഡോക്ടർ ആരോടെങ്കിലും പറഞ്ഞ് എന്തേലും മരുന്ന് കുത്തിവെച്ച് എന്നെ കൊന്നുകളയാൻ പറ. എൻ്റെ ശല്യം ഉണ്ടാവില്ല ഏട്ടന്. അത്രയും പറഞ്ഞ് അവൾ കരയുമ്പോൾ കാശൊന്നും മിണ്ടാതെ പുറത്തേക്ക് പാഞ്ഞു. മുന്നിലെ ഗേറ്റ് തകർത്ത് അയാളുടെ കാർ വന്നു നിന്നു. അയാൾ ദേഷ്യത്തിൽ അകത്തേക്ക് വരുമ്പോൾ ഭീം, വാമി വൈകാട്ടിക്കൊണ്ട് അവശത്തിൽ അയാളെ കണ്ട് ഭയന്നു മാറിയെന്നു. അയാൾ മുന്നിലെ ബെഡിൽ നോക്കി. അവിടെ 3-4 ഡോക്ടർ, നേഴ്സ് അവരുടെ ചികിത്സയിൽ.
ബെഡിൽ ദേഹം മൊത്തം തുന്നിക്കെട്ടിയ നിലയിൽ ഒരു ശവം കണക്കിന് ചലനമില്ലാതെ കിടക്കുന്ന തന്റെ മകനെ കണ്ടതും റാം സിംഗ് ഉച്ചത്തിൽ അലറി. എന്റെ മകനെ അവസ്ഥയിലാക്കിയവൻ ആരാ? ഭീം, വൈഗ, വാമി അയാളെ ഭയന്ന് പിന്നിലേക്ക് വെച്ചു. ഭീം, ആരെന്റെ മോനോട് ദ്രോഹം ചെയ്തത്? കാശി, നീയൊക്കെ എവിടെയായിരുന്നു? ഞങ്ങളെയും അവനും, എനിക്കവനെ വേണം ശവമായി. രാവൺ, അയാൾ ഉച്ചത്തിൽ വിളിച്ചു. ഈ സമയം റാത്തൂർ അവന്റെ നേരെ ഇളയ സഹോദരൻ വന്നു. കണ്ടല്ലോ നിന്റെ ഏട്ടന്റെ അവസ്ഥ. നമ്മുടെ ആൾക്കാരെ കൂട്ടി ഇപ്പോൾ തന്നെ പോകണം. കാശി, അവൻ എവിടെയായിരുന്നാലും ഇനി അവൻ ജീവനോടുണ്ടാവാൻ പാടില്ല. 2 ദിവസം കൊണ്ട് അലനെ ജെനി വിളിച്ചെങ്കിലും അവന്റെ ഫോൺ ഓഫായിരുന്നു. ഈ ദിവസത്തെ പറ്റി അവൾ അവനോട് പറഞ്ഞിരുന്നതാണ്. അവൾക്ക് അവൻ ധൈര്യവും നൽകിയിരുന്നു. എന്നാൽ സമയം അടുക്കും തോറും അവനെ വിളിച്ചിട്ട് കിട്ടാതെ കൂടെ വന്നതും അവൾക്ക് പരിഭ്രമമേറി. പിന്നിൽ നിന്നും ലിസയുടെയും സ്റ്റീഫന്റെ വൈഫ് മെർലിന്റെയും വിളിയാണ് അവളെ പിന്തിരിഞ്ഞു നോക്കാൻ ഇടയാക്കിയത്. നീ ഒരുങ്ങി എവിടെ വന്ന് നിൽക്കുവാണോ? അവിടെ ക്രിസ്ത്യൻ ഫാമിലി വന്നിട്ടുണ്ട്, മോള് വാ. അത്രയും പറഞ്ഞ് അവർ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അവർക്കൊപ്പം ഒരു പ്രതിമ പോലെ ചെന്നിരുന്നു. അവള് തൊട്ടടുത്ത് നിൽക്കുന്ന ക്രിസ്റ്റിയെ അവൾ മുഖമുയർത്തി നോക്കിയില്ല. അവൻ തന്റെ കരങ്ങളിൽ മോതിരം അണിയുമ്പോൾ അടർന്നു വീഴാൻ വെമ്പിയ കണ്ണീർ തുള്ളികൾ അവളുടെ കൈത്തണ്ടയിൽ ലെറ്റി വീണു. എന്നാൽ അതാരും കണ്ടിരുന്നില്ല. എല്ലാവരിലും ആ ദിവസത്തെ സന്തോഷം മാത്രം നിറഞ്ഞു നിന്നു. തിരികെ അവളും അവന് മോതിരം ചാർത്തി നൽകുമ്പോൾ ആചാരങ്ങൾ പൂർത്തിയായി. ഇനി കല്യാണ തീയതി കുറിക്കലും അന്ന് വന്ന വിരുന്നുകാർക്കുള്ള വിരുന്ന് സൽക്കാരത്തിലേക്കുമായി ആ ദിവസം മാറി. അപ്പോഴേക്കും അതൊക്കെ ഒന്ന് വേഗം തീർന്നു കെട്ടിയാൽ മതി എന്നുള്ള പ്രാർത്ഥന മാത്രമായിരുന്നു ജെനിക്ക്. കുഞ്ഞെ പാർവതി വാർഡിൽ മാറ്റിയ ശേഷമാണ് കാണിച്ചത്. പാർവതിക്ക് കുഞ്ഞെ എടുത്ത് തെഞ്ചോട് ചേർക്കണം എന്നുണ്ടായിരുന്നെങ്കിലും അവളുടെ കയ്യിൽ കിടക്കുന്ന നീഡിൽ, പിന്നെ മുറിവ്, അതൊക്കെ കൊണ്ട് തന്നെ ശരീരം അനക്കാൻ നല്ല പെയിൻ തോന്നി. കുഞ്ഞാണെങ്കിൽ പാറുവിൻ്റെ ആ കിടപ്പ് കണ്ട് വിതുമ്പി കരഞ്ഞു രേണുവിൻ്റെ കയ്യിലിരുന്നു തന്നെ. അവസാനം പാറു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മയ്ക്കൊന്നുമില്ല എൻ്റെ കുഞ്ഞി. നീ ഇങ്ങനെ കരയുമ്പോഴോ അമ്മയ്ക്ക് വേദനയും സങ്കടവും വരുന്നത്? കുഞ്ഞി കരച്ചിൽ നിർത്തിക്കൊണ്ട് ചോദിച്ച്. ആനോ? ആണല്ലോ, ഇഞ്ചി കുഞ്ഞ് കരയൂല. രേണുവിനോട് കുഞ്ഞ് തന്നെ പാർവതിക്കരികിൽ ബെഡിലിരിക്കണമെന്ന് പറയുമ്പോൾ അവൾ അവിടേക്ക് ഇരുത്തി. അവിടെ ഇരുത്തിയത് കുഞ്ഞ് പാർവതിയുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്ത് മുത്തി. ഇത് കണ്ട് ഡോറിന് പുറത്ത് കാശി നിൽപ്പുണ്ടായിരുന്നു. അച്ഛാ! അവന്റെ വിളി അല്പം ഉച്ചത്തിലായിരുന്നു. റാം സിംഗ് തിരിഞ്ഞു. രാവൺ അവനെ നോക്കി. ഇപ്പോഴും അച്ഛൻ ഏട്ടനെ പോലെ തന്നെ എടുത്തു ചാടിയാണ് എല്ലാം തീരുമാനിക്കുന്നത്. നിങ്ങളുടെ 2 പേരുടെയും എടുത്തു ചാടിയുള്ള പ്രവൃത്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് പലതും നമ്മുടെ കയ്യിൽ നിന്നും പോകുന്നതും ഒപ്പം അവൻ ആ കാശിക്ക് മുമ്പിൽ ഇങ്ങനെ തോൽക്കുന്നതും. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാ? അവന് മുമ്പിൽ അടിയറവ് പറയണമെന്നാണോ? അങ്ങനെയല്ല പറഞ്ഞത്. അച്ഛനും ഏട്ടനും തന്നെയാണ് നമ്മുടെ പ്ലാൻ. അത് കാശ് മനസ്സിലാക്കാൻ തന്നെ കാരണം എന്നെന്ന് പറയാനാകുമോ? പറ. ഇല്ല, ഒരിക്കലും പറയാനാവില്ല. ഇന്ന് മെഡിസിൻ രംഗത്ത് കോടികൾ എറിഞ്ഞാൽ അതിലും കോടികൾ വാരാം. അത് ഉറപ്പുള്ളത് കൊണ്ടാണ് RRRK എന്ന ഹോസ്പിറ്റൽ പടർത്തി ഉയർത്തിയതും. അതും അതിൻ്റെ മെയിൻ ആൾക്കാരായ നമ്മൾ ഓരോരുത്തരുടെയും പേരിൽ ആദ്യം അക്ഷരം കുറിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ വരുന്ന രോഗികളിൽ നമ്മൾക്ക് വേണ്ടാത്ത ആൾക്കാരെ ഇല്ലാത്ത സർജറി ഓപ്പറേഷൻ പേരിൽ തിയേറ്ററിൽ കയറ്റി അവരിലെ പല പാർട്സും ശരീരത്തിൽ നിന്ന് എടുക്കുന്നത് എന്തിനാ? വിദേശത്ത് അവർക്ക് കോടിയുടെ മുതൽ കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ. ഒപ്പം മെഡിസിൻ ഉണ്ടാക്കുമ്പോൾ കീറി മുറിച്ച ശവങ്ങളിലെ പാർട്സ് കൂടി ചേർത്ത് മെഡിസിൻ ഉണ്ടാക്കി നമ്മുടെ കമ്പനിയുടെ പേരിൽ വിദേശത്തെ അയക്കുന്നതും അതിനുവേണ്ടി തന്നെയല്ലേ. അന്ന് കാശിക്ക് ഇതിന്റെ സംശയത്തിന്റെ വിത്ത് പാകി കൊടുത്തു നിങ്ങളായിരുന്നു. അവനോടൊരു കോംപ്രമൈസ് ഡീൽ ഉണ്ടാക്കി അവനെ നമുക്കൊപ്പം നിർത്താൻ പറഞ്ഞു പോകാൻ നിന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ വേണ്ടാന്ന്. എന്നാൽ എൻ്റെ വാക്ക് കേൾക്കാൻ നിങ്ങൾ പോയി. അതും കാശിയെ താർക്കാൻ വൈകി അയച്ച ധൈര്യത്തിൽ. അവസാനം നമ്മൾ എന്താണ് ചെയ്യുന്നത്? അതെല്ലാം അവനോട് നിങ്ങളായി തന്നെ പറഞ്ഞു ഡീൽ വെക്കാൻ നോക്കി. അവസാനം നിങ്ങൾക്ക് തന്നെ അവൻ ആപ്പ് വെച്ചില്ലേ? നമ്മുടെ ഹോസ്പിറ്റലിന് അവൻ സ്റ്റേ ഓർഡർ വാങ്ങി തന്നു. അവൻ്റെ അധികാരത്തിൽ ആ ഒറ്റ കാരണം കൊണ്ട് നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റൽ പൂട്ടേണ്ടി വന്നില്ലേ? ഒപ്പം അവൻ്റെ ഹോസ്പിറ്റലിൻ്റെ വളർച്ചയും. ഇനിയും അതുപോലെ ഓരോന്ന് എടുത്തുചാടി ചെയ്യാനാണ് അച്ഛൻ്റെയും ഏട്ടൻ്റെയും തീരുമാനമെങ്കിൽ ഞാൻ ഉണ്ടാവില്ല നിങ്ങൾക്കൊപ്പം. ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ മാത്രമല്ല അവനും. അപ്പോൾ നിന്റെ ഏട്ടൻ്റെ ഈ അവസ്ഥയ്ക്ക് തിരിച്ച് അവനോട് പ്രതികാരം ചോദിക്കേണ്ടതെന്നാണോ? ചോദിക്കണം. ഇപ്പോഴല്ല, അതിൻ്റെ സമയം തീയതി എല്ലാം കുറിച്ചുകൊണ്ട് അവനെ വീഴ്ത്താനുള്ള കെണി ഒരുക്കി അതിൽ വീഴ്ത്തിയ ശേഷം മാത്രമായിരിക്കണം അവനെ നേരെ തിരിയാൻ. അല്ലാതെ ഇതുപോലെ തോന്നുമ്പോൾ ഓരോന്ന് എടുത്തുചാടി ചെയ്ത് പണി വാങ്ങിയൊക്കെയല്ല വേണ്ടത്. ജെനി റൂമിൽ വന്ന് അണിഞ്ഞിരുന്ന ഓർണമെന്റ്സ് അയച്ചു വയ്ക്കുമ്പോഴാണ് പിന്നെ ആരുടെയോ കാൽപെരുമാറ്റം കണ്ടത്. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ വാതിൽക്ക് തന്നെ നോക്കി നിൽക്കുമായിരുന്നു ക്രിസ്റ്റി. എനിക്ക് അകത്തേക്ക് വരാമോ? അവനത് ചോദിക്കുമ്പോൾ അവളൊന്ന് മൂളി. അവൻ വന്ന് നേരെ ബെഡിലിരുന്നു. തൻ്റെയും എൻ്റെയും ഫാമിലി പിന്നെ ഫ്രണ്ട്സ് കുറച്ച് പേര് അങ്ങനെ നടത്താൻ തീരുമാനിച്ചത് ഇതിപ്പോൾ
അവരെല്ലാം ചേർന്നൊരു കല്യാണത്തിനുള്ള ആളായല്ലേ. അതിനെ അവൾ ചിരിച്ചെന്ന് വരുത്തി. പെട്ടെന്ന് ഇങ്ങനെ ഒരു നിശ്ചയം നടത്തിയത് തനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ. അവളൊന്നും മിണ്ടിയില്ല. തന്നെ എനിക്ക് നേരത്തെ ഇഷ്ടമായിരുന്നു. പിന്നെ വന്ന് പറയാതിരുന്നത് തനിക്കിനി ഇഷ്ടമാവില്ലെങ്കിലോ. അതാ പിന്നെ ഓർത്തു വീട്ടിൽ ചോദിക്കാമെന്ന്. അതാകുമ്പോൾ താനും ഒരിക്കലും നോ പറയില്ല. ഒപ്പം രണ്ടു വീട്ടുകാർക്കും പണ്ട് മുതൽക്ക് പരിചയമുണ്ട്. അതിനവൾ മൗനം പാലിക്കുന്നത് കണ്ട് ക്രിസ്റ്റി ചോദിച്ചു, എനിക്കിപ്പോഴും എന്നെ ഇഷ്ടമായില്ലെന്നാണോ? എനിക്ക് ജോലിയാ പ്രധാനം. അതിൻ്റെ ഇടയ്ക്ക് മാരേജ് അന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല ഇതുവരെ. പെട്ടെന്ന് ഇങ്ങനെയൊന്ന് എനിക്ക്. ബാക്കി അവൾ പറയാതെ നിർത്തി. എനിക്ക് മനസ്സിലാവും ജിനിയുടെ അവസ്ഥ. പെട്ടെന്ന് ഉൾക്കൊള്ളാനാവില്ല. അതുകൊണ്ട് തന്നെ പതുക്കെ എന്നെ മനസ്സിലാക്കി ഉൾക്കൊണ്ടാൽ മതി. പിന്നെ 3 ഇയർ എടുക്കും. ഇതിൻ്റെ ഇടയ്ക്ക് വരാൻ പറ്റിയ വന്നാലായി. എങ്കിലും നമുക്ക് ഫോണിലൂടെ ദിവസവും സംസാരിച്ച് പരസ്പരം മനസ്സിലാക്കാനാവുമല്ലോ. എനിക്ക് ജോലിക്ക് പോകണമെന്നുണ്ട്. അതിനെന്താ, തൻ്റെ ആഗ്രഹം. അതിന് ഞാൻ ഒരിക്കലും എതിരില്ല. തനിക്ക് ഇഷ്ടമുള്ളിടത്ത് നിന്ന് പോയി ജോലി ചെയ്യാം. അത്രയും പറഞ്ഞ് കുറച്ചു നേരം കൂടെ അവളോട് സംസാരിച്ചിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങാനും ഒന്ന് നിന്നുകൊണ്ട് പിന്തിരിഞ്ഞ് ചോദിച്ചു, പാർവതിക്കാറുണ്ടോ? അതിനുശേഷം കാണുകയെല്ലാം ചെയ്തു. അവൻ്റെ ആ ചോദ്യം അവൾ പ്രതീക്ഷിച്ചതല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ വേഗത്തിൽ പറഞ്ഞു, ഇല്ല. പാർവതി കണ്ണുകൾ തുറക്കുമ്പോൾ അടുത്ത് തന്നോട് ചേർന്ന് കിടന്നുറങ്ങുന്ന കുഞ്ഞെ ഉണർത്താതെ അവൾക്കരികിൽ നിന്ന് എടുക്കുന്ന കാശിയാണ് കണ്ടത്. മോള് കിടന്നോട്ടവിടെ. വേണ്ട, തൻ്റെ ബോഡിയിൽ നല്ല മുറികളുണ്ട്. ഉറക്കത്തിൽ കുഞ്ഞ് കാലെടുത്തിടുകയും തൻ്റെ ദേഹത്ത് മുറിയുകയോ ചെയ്താൽ തനിക്ക് തന്നെ അവൻ പേന് കൂടുക. കാശി അത് പറഞ്ഞ് കുഞ്ഞിയെ തോളിലിട്ടുകൊണ്ട് ഓപ്പോസിറ്റുള്ള ബെഡിൽ കിടത്തിയതും അവൾ പറഞ്ഞു, എൻ്റെ മനസ്സിലുള്ള ഈ മുറിവിനേക്കാൾ വലുതല്ല ദേഹത്തെ മുറിവ് വീണ്ടും വേദനിച്ച മരുന്ന് വെച്ച് മാറ്റാം. പക്ഷെ മനസ്സിലുള്ള മുറിവ് അതൊരിക്കലും മാറ്റാനാവില്ല. ഞാൻ അമ്മയെ പറഞ്ഞു വിടാം. അത്രയും പറഞ്ഞ് കാശി പുറത്തേക്ക് പോകാൻ തുനിയുമ്പോൾ പാറു പറഞ്ഞു, എന്നെ ഒരിക്കലും സ്നേഹിക്കാനാവില്ല കാശിട്ടന്. അവൻ അവളെ നോക്കി. പാർവതി, തനിക്കിപ്പോൾ നല്ല റെസ്റ്റ്, അതാണ് വേണ്ടത്. അതുകൊണ്ട് നന്നായി റെസ്റ്റ് എടുത്തിരിക്കാൻ നോക്ക്. ആവശ്യമില്ലാത്തവരൊന്നും ചിന്തിച്ച് വെറുതെ മനസ്സ് സൂക്ഷിപ്പിക്കാൻ നിൽക്കേണ്ട. എനിക്കതേ പറയാനുള്ളൂ. അത്രയും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നവനെ അവൾ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി. അമ്മ വീട്ടിൽ പൊക്കോ, ഞാൻ ഇരുന്നോളാം ഏട്ടത്തിയുടെ കൂടെ, കാവ്യ പറഞ്ഞു. എന്തിനാ? വീണ്ടും തന്നെ അശ്രദ്ധ എന്തെങ്കിലും ഉണ്ടാവാനാണോ? രേണു പറഞ്ഞു. ഇനി അങ്ങനെ ഉണ്ടാവില്ല. എന്തായാലും കാര്യം ചെയ്യും, ദേമോളെ കൊണ്ടാക്കാൻ പോയിട്ട് കാർത്തി വരും. അപ്പോൾ അവനൊപ്പം വീട്ടിലേക്ക് പൊക്കും. ഇവിടെ തൽക്കാലം എല്ലാവരും ഉണ്ട്, അത് മതി. രേണു അത് പറഞ്ഞ് തീരുമ്പോൾ അവിടേക്ക് രഞ്ജി വന്നു. മോൻ പോകാൻ ഇറങ്ങുവാണോ? അതെ ആൻറ്റി, വീട്ടിലമ്മ തനിച്ചുള്ളൂ. മോൻ വീട്ടിലേക്ക് പോകുന്ന സ്ഥിതിക്ക് കാവ്യ എന്ന വീട് വരാക്കിയിട്ട് പോകാമോ? അത് കേട്ടതും കാവ്യ അവനെ നോക്കി. ഒപ്പം രഞ്ജിയും. രേണുകയോട് പറ്റില്ലെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവൻ അതിന് സമ്മതം മൂളുമ്പോൾ അവനിപ്പോൾ പാറുവിനെയും കാശിയും കണ്ടു പോകുന്നെന്ന് പറഞ്ഞിറങ്ങി. ആ യാത്രയിൽ ഇരുവരും മൗനമായിരുന്നു. രഞ്ജു മൗനത്തെ ഭേദിച്ചുകൊണ്ട് കാവ്യ തന്നെ സംസാരിച്ചു തുടങ്ങി.